നമസ്കാരം. കേരളത്തിൻ്റെ സ്വന്തം ഫുട്ബോൾ ആവേശം, കേരളത്തിൻ്റെ നാട്ടംഗം SLK സൂപ്പർ ലീഗ് കേരള സീസൺ 2 ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യ സീസണിലെ വലിയ വിജയം നേടിയ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടാം സീസണും SLK മാനേജ്മെൻറ്റ് കൃത്യതയോടെ ഇറങ്ങുന്നത്. നമുക്കൊപ്പം ശ്രീ ഫിറോസ് മീരാൻ ചേരുകയാണ്, MD SLK. നമസ്കാരം. ആദ്യ സീസണിലെ വിജയം, അതിൽ നിന്ന് നേടിയ അനുഭവങ്ങൾ, അതാവും രണ്ടാം സീസണിലും ഇത്ര ആവേശത്തോടു കൂടി തന്നെ ഇറങ്ങാൻ കാരണം അല്ലേ? SLK കഴിഞ്ഞ വർഷമായിരുന്നു ഫസ്റ്റ് സീസൺ. 6 ടീംസ് ഉണ്ടായിരുന്നു, 4 സ്റ്റേഡിയംസ് ഉണ്ടായിരുന്നു. റെസ്പോൺസ് പോസിറ്റീവ് ആയിരുന്നു. ഓഡിയൻസസ് എല്ലാ സ്ഥലത്തും, അത് നോർത്ത് കേരള, സെൻട്രൽ അല്ലെങ്കിൽ സൗത്ത്, എല്ലായിടത്തു നിന്നും എല്ലാ കളി നടന്ന എല്ലായിടത്തും ഓഡിയൻസ് ഉണ്ടായിരുന്നു. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇൻസ്പിറേഷനായിരുന്നു. കേരളത്തിൽ നിന്നുള്ള 90 to 90 അബവ് പ്ലെയേഴ്സ് അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇപ്പോൾ ഫൈനൽസിൽ ഞങ്ങൾക്കൊരു 45,000 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അത് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളത് കാണുന്നത്. അതൊരു സെക്കൻഡ് സീസണിലേക്കുള്ളൊരു ഇൻസ്പിറേഷനാണ്. രണ്ടാമത്തെ സീസണിൽ ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം നമ്മൾ രണ്ട് ലൊക്കേഷൻസിൽ കൂടി ഗെയിം എക്സ്പാൻഡ് ചെയ്യുകയാണ്, തൃശ്ശൂരും കണ്ണൂരും. ബിക്കോസ് ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വരുന്നത് നമ്മൾ ആ ഹോം ടീം ആ സ്ഥലത്ത് കളിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ സ്പിരിറ്റ് വരിക. ആൾക്കാർക്ക് കളി വൈകുന്നേരം സ്റ്റേഡിയത്തിൽ വന്ന് ഫ്ലഡ് ലൈറ്റിൻ്റെ അടിയിൽ ഗെയിം കാണാൻ പറ്റുക, അതൊരു ഇവരുടെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമാകുക, അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ സ്ഥലങ്ങളിൽ ഈ ഗെയിം നടത്തുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഈ 2 സ്റ്റേഡിയംസ് നമ്മൾ റെഡി ഫോർ ഗെയിം ആയി കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വി ആർ വർക്കിംഗ് ഓൺ എ മാസ്റ്റർ പ്ലാൻ ഫോർ കാലിക്കറ്റ് സ്റ്റേഡിയം. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഞങ്ങൾ ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ 12 months ആയിട്ടുള്ളൂവെങ്കിലും ഒരു വളരെ ഷോർട്ട് ടൈമിൽ കൂടുതൽ സ്റ്റേഡിയത്തിലേക്കും കൂടുതൽ എക്സിസ്റ്റിംഗ് സ്ഥലങ്ങൾ കുറച്ചും കൂടി എങ്ങനെയാണ് ഞങ്ങൾ കാലിക്കറ്റിലെ ഒരു മാസ്റ്റർ പ്ലാൻ സബ്മിറ്റ് ചെയ്യുകയാണ്, ഒരു പ്രോസസ്സിലാണ്. അപ്പോൾ അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തവണ ടീംസ് വളരെ എക്സൈറ്റിംഗ് പ്ലെയേഴ്സിനെയൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നാഷണലും ഇൻ്റർനാഷണലും ആയിട്ടുള്ള പ്ലെയേഴ്സ് ആൻഡ് കേരള പ്ലെയേഴ്സ് ആണെങ്കിലും അവരൊരു വെരി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഗെയിമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളും വലിയ ആവേശത്തോടു കൂടെ കാണുകയായിരുന്നു. കാരണം മിക്ക ക്ലബ്ബുകളും ISL താരങ്ങളെ, വിദേശ താരങ്ങളെയൊക്കെ ഇറക്കി അവരുടെ ഫാൻസിനൊക്കെ വലിയ ആവേശം നൽകുന്ന രീതിയിലുള്ള ഒരു ടീം സെലക്ഷനാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തിനേക്കാൾ വലിയ മത്സരങ്ങൾ ഇക്കുറി നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അവർ വളരെ കോമ്പറ്റേറ്റീവാണ്. എല്ലാവരും ഈ തവണ ഒരു കോമ്പറ്റേറ്റീവ് ഗെയിം ആയിരിക്കും. ആൻഡ് ഫസ്റ്റ് സീസൺ കഴിഞ്ഞതിൻ്റെ കുറേ ലേണിങ്സ് ഉണ്ട്. അത് പ്ലെയർ സെലക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രാറ്റജിയിലാണെങ്കിലും അവരൊരു ലേണിംഗ് ബൈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പോലെ അത് ഒത്തിരി ലേണിങ്സ് ഉണ്ട്. അപ്പം ഗെയിമും കാണുന്നവർക്കും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വളരെ നോട്ടിസബിളായിട്ട് കാണാനും പറ്റും. അതൊരു വളരെ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരു ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണൂരും ഒപ്പം തൃശ്ശൂരും കേരളത്തിൻ്റെ രണ്ട് ജില്ലകളും കായിക രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ 2 ജില്ലകളാണ്. പ്രത്യേകിച്ച് ഫുട്ബോളിൽ വലിയ ഒരു ആവേശം തീർത്ത സ്ഥലങ്ങൾ കൂടിയാണ്. അവിടേക്ക് വീണ്ടും മത്സരങ്ങൾ എത്തുന്നു എന്നുള്ളത് അവിടുത്തെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരും ആകാംക്ഷയിലാണ്, വളരെ എക്സൈറ്റഡ് ആണ്. എന്താ വെച്ചാൽ പറഞ്ഞത് കറക്റ്റാണ്. ഈ 2 സ്ഥലങ്ങൾക്കും വളരെ ഒരു ചരിത്രമുണ്ട്, ഫുട്ബോൾ ഹിസ്റ്ററി ഉണ്ട് അവർക്ക്. തൃശ്ശൂരിൽ 90s 80s ഹൗസ്ഫുള്ളായിട്ടാണ് എല്ലാ മാച്ചസും നടന്നത്. അതുപോലെ തന്നെ കണ്ണൂരിലും അങ്ങനെ തന്നെയാണ്. ആൾക്കാർ ദൂരെ യാത്ര ചെയ്ത് പോയി കണ്ട 2 ഹിസ്റ്റോറിക് സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ 2 സ്ഥലത്തും ഈ തവണ ഗെയിം വരിക എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ വരികയും ആ കളി എൻജോയ് ചെയ്യുകയും, അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ നമ്മൾ കണ്ട ഒരു മാറ്റം കേരളത്തിലെ പുതുതലമുറ താരങ്ങൾ പറയുകയാണ്, ഞങ്ങൾ SLKയിൽ കളിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്,
ഈ തവണത്തെ സ്കൗട്ടിംഗ് രീതി തന്നെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ISLിലേക്ക് കയറുക അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് കയറുക എന്നുള്ള അതിന് തൊട്ട് മുൻപുള്ളൊരു ചവിട്ടുപടിയാണ് യഥാർത്ഥത്തിൽ SLK കാണുന്നത്. അത് ഈ ടീമുകളുടെ ഒരു സ്കൗട്ടിംഗ് രീതിയിൽ നമുക്കത് പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളുടെ കേരള എക്കോസിസ്റ്റത്തിൽ ഒത്തിരി പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാഷണൽ ടീമിൽ വരെ പെർഫോം ചെയ്ത പ്ലെയേഴ്സ് ഉണ്ട്. അപ്പം ടാലൻ്റ് ഉണ്ട്. അവർക്ക് കൂടുതലായിട്ട് സസ്റ്റൈനബിളായിട്ട് കളിക്കാനുള്ള ഒരു എക്കോസിസ്റ്റം അത് നമുക്ക് ഏറ്റവും മുകളിൽ ISL ഉണ്ട്, I-League ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ ഉള്ളിലൊരു ലീഗ് ഉണ്ടെങ്കിലാണ് ഈ നമ്മളുടെ വെദർ ഇറ്റ് ഇസ് ഇന്ത്യൻ ടീം ആയാലും അത് നമ്മുടെ നാഷണൽ റാങ്കിങ് ആയാലും കൂടുതൽ പ്ലെയേഴ്സ് ഈ ഒരു പൈപ്പ് ലൈനിലേക്ക് വരുള്ളൂ. ഇപ്പോൾ ഫുട്ബോൾ മൈതാനത്താണെങ്കിലും മത്സരം ടൈറ്റായി നിൽക്കുന്ന സമയത്താണെങ്കിലും റിസ്ക് എടുക്കുന്ന ടീം ജയിക്കുക എന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു ഫുട്ബോൾ പാരമ്പര്യം നമുക്കറിയാം. ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് പോലും ഒരു പക്ഷേ നമുക്ക് സക്സസ് ആയിട്ട് നടത്താൻ പറ്റാത്തൊരു സ്റ്റേറ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പല ക്ലബ്ബുകളും വന്നു പോകുന്നത് നമ്മൾ കണ്ടു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാമെന്ന് SLK തീരുമാനിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ചാലഞ്ചസ് ഉണ്ട്. അത് ഒത്തിരി വേറെ കാര്യങ്ങളുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഒത്തിരി ഡിപ്പെൻഡൻസീസ് ഉണ്ട്. നമ്മളൊരു പ്രൈവറ്റായിട്ടൊരു കാര്യം ചെയ്യുന്ന പോലെയല്ല ഇത്തരം ഒരു ലീഗ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി ഡിപ്പെൻഡൻസീസ് ഉണ്ട്, ഒത്തിരി ചാലഞ്ചസ് ഉണ്ട്, ഡേ ടു ഡേ ചാലഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളതിനു വേണ്ടി ഐ തിങ്ക് വി വർക്ക് ഫോർ ഇറ്റ്. അതായത് വേറെ ഓപ്ഷനില്ല. കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ കണ്ടത് ഒരുപാട് വനിതകൾ, കുട്ടികൾ ഒരിക്കൽ സ്റ്റേഡിയത്തിൽ അവസാനം നമ്മുടെ ഫൈനൽ മത്സരം കോഴിക്കോട്ട് നടന്നത് ഞങ്ങൾക്ക് പോലും അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു. മാത്രമല്ല ഇത്തവണ പല ക്ലബ്ബുകൾക്കും വനിതാ ഫാൻസ് ക്ലബ്ബുകളുണ്ട്. അത് നമ്മൾ അമ്പരപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തവണ അവർക്ക് കൂടിയുള്ള സൗകര്യങ്ങൾ സ്വാഭാവികമായി ഗ്രൗണ്ടിലുണ്ടാകും. അത് നമ്മൾ ഒട്ടും റെക്കഗ്നൈസ് ചെയ്യാത്തൊരു ഫാക്ടറാണ്. ഫാമിലീസാണ് കൂടുതൽ, ആസ് മച്ച് ആസ് യങ്സ്റ്റേഴ്സ് പോലെ തന്നെ ഫാമിലീസും ലേഡീസും വിമനും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമാകുക, ഫാമിലി ആയിട്ട് വന്നത് എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പം പറഞ്ഞ പോലെ വിമൻസ് ഫാൻ ക്ലബ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തവണയും നമ്മൾ കൂടുതൽ നമ്മളുടെ സ്റ്റേഡിയംസ് എന്തോരം ബെറ്റർ ആവുമോ അത് അവരുടെ ബാക്കിയുള്ള രാജ്യങ്ങൾ പോലെ അവർക്ക് കംഫർട്ടബിളായിട്ട് വരാൻ പറ്റുക, അവർക്ക് സേഫായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അതാണ് ഇതിൻ്റെ ഈ കാര്യങ്ങൾ മാറ്റിമറിക്കുക. ഓക്കെ, എന്തായാലും പറഞ്ഞു തന്നെയാണ് SLKയുടെ സീസൺ 2 ആരംഭിക്കുമ്പോൾ കേരളത്തിലെ ഫുട്ബോൾ രംഗത്ത് നമ്മൾ കാലങ്ങളായി പറയുകയാണ് കേരളത്തിലെ ഫുട്ബോൾ രംഗം മാറുമെന്ന്. പക്ഷേ ആ മാറ്റത്തിൻ്റെ ഒരു തുടക്കം നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടു. ഇനി മുന്നോട്ട് ഒരുപാട് നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പം ശ്രീ ഫിറോസ് മീരാൻ പറഞ്ഞതുപോലെ തന്നെ കുടുംബസമേതം തന്നെ വന്ന് കളി കാണുക, ഗാലറിയിൽ ഇരിക്കുക, ആ വെളിച്ചത്തിന് താഴെ ഇരുന്ന് കൈയടിക്കുക സ്വന്തം ടീമിന്. അങ്ങനെ വളരട്ടെ നമ്മുടെ ഫുട്ബോൾ, ഒപ്പം നമ്മുടെ പുതിയ താരങ്ങൾ പിറവിയെടുക്കട്ടെ. എന്തായാലും ഉദ്യമത്തിന് മീഡിയ 1ൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഞങ്ങളും ഒപ്പമുണ്ട്. താങ്ക് യു സോ മച്ച്.